നമസ്കാരം, ഞാൻ വിവേക് ബാലകൃഷ്ണൻ. മലയാളത്തിന്റെ മഹാനടൻ ശ്രീ മമ്മൂട്ടി വയനാട് ടൗൺഷിപ്പ് കാണാൻ വേണ്ടി വരുന്നു. വയനാട്ടിലെ CPM ജില്ലാ സെക്രട്ടറിയെ അവഹേളിക്കുന്നു. ഈ ഒരു വീഡിയോ ആണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതേക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇതിൽ രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഒന്ന്, മമ്മൂക്കയുടെ സൈഡാണ്, എന്തുകൊണ്ട് ഒരു സെലിബ്രിറ്റി അങ്ങനെ പെരുമാറുന്നു എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, ഇവിടെ ജനങ്ങളുടെ ഒരു സൈഡ് ഉണ്ട്. ഇപ്പോൾ എസ്പെഷ്യലി ഈ കൈരളി TV അടക്കം ഇനി ഒരു വലിയ തീരുമാനം എടുക്കാൻ പോവുകയാണ് എന്നാണ് കേട്ടത്. കാരണം ഇനി മുതൽ കൈരളിയിൽ വല്യേട്ടൻ എന്ന സിനിമ പ്രദർശിപ്പിക്കില്ല എന്നതാണ്. അങ്ങനെ ഒരുപാട് പ്രേക്ഷകരും രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഏതായാലും സഖാവിനെയാണല്ലോ മമ്മൂക്ക അവഹേളിച്ചിട്ടുള്ളത്. എന്താണ് അവഹേളിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മമ്മൂക്കയുടെ ഒപ്പം എപ്പോഴും ഈ പറയുന്ന സഖാവ് നടക്കുകയാണ്. അപ്പോൾ മമ്മൂക്ക പറയുന്നു, നിങ്ങൾ എപ്പോഴും എന്തിനാണ് എൻ്റെ ഒപ്പം നടക്കുന്നത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വന്നതാണെന്ന് വിചാരിക്കുമെന്ന്. ഈ ഒരു കാര്യമാണ് മമ്മൂക്ക പറഞ്ഞത്. ഇതാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അതിനു മുമ്പ് തന്നെ ഈ യൂത്ത് കോൺഗ്രസും ആഘോഷമാക്കിയ മറ്റൊരു വീഡിയോ എന്ന് പറയുന്നത്, അദ്ദേഹം ഇവിടുന്ന് മടങ്ങി പോകുമ്പോൾ ഈ സർക്കാരിനോടൊപ്പം ജനം നിൽക്കുമോ എന്നുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അദ്ദേഹം വേണ്ട രീതിയിൽ സപ്പോർട്ടീവ് ആവാത്ത രീതിയിലാണ് മറുപടി കൊടുത്തത്. ഇതൊക്കെ ജനങ്ങളുടെ പൈസയാണ്, ജനങ്ങളാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ്. എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര അധികം സന്തോഷമായി. കാരണം കഴിഞ്ഞ തവണ മമ്മൂട്ടിയെ വിളിച്ചിട്ടാണ് നമ്മുടെ മുഖ്യമന്ത്രി കേരളത്തില് ദാരിദ്ര്യ മുക്തമായി എന്നൊക്കെ പ്രഖ്യാപിച്ചത്. അപ്പൊ അതിന്റെ ഒരു ക്ഷീണം തീർക്കാനും കൂടി വേണ്ടിയായിരിക്കും മമ്മൂക്ക ഇത്തരത്തിൽ പെരുമാറിയത് എന്നാണ് എനിക്കത് കണ്ടപ്പോൾ തോന്നിയത്. എന്തായാലും അത് സൂപ്പറായി പറഞ്ഞത്. തീർച്ചയായിട്ടും ഒരു കലാകാരന് മാത്രം പറയാൻ കഴിയുന്ന ഒരു വാക്കുകളാണ്. കഴിഞ്ഞ തവണ എല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞ് വന്ന ആളുകൾ ഒന്നും ശരിയാക്കിയിട്ടില്ല എന്നുള്ളത് മമ്മൂക്കയ്ക്ക് വളരെ വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് മമ്മൂക്ക ഇങ്ങനെ പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മമ്മൂക്കേനെ ഒരുപാട് ഇത് പറഞ്ഞതിന് ശേഷം മമ്മൂക്കേനെ ഒരുപാട് പേര് വന്നിട്ട് പൊങ്കാലിടുന്നുണ്ട്. നമ്മൾ ദാസേട്ടൻ പണ്ട് സെൽഫി എടുക്കാൻ സമ്മതിക്കാത്ത രീതിയിൽ അങ്ങനെ ദാസേട്ടനെ പൊങ്കാലിട്ട പോലെ മമ്മൂക്കേനും വന്ന് അതിഭീകരമായിട്ട് സഖാക്കള് പൊങ്കാലിടുന്നുണ്ട്. ഒന്ന് മനസ്സിലാക്കേണ്ടത്, മമ്മൂക്കയ്ക്ക് ഇതൊന്നും ഒന്നും സംഭവിക്കില്ല എന്നുള്ളതാണ്. കാരണം മമ്മൂക്ക ടോപ്പിൽ ഇപ്പോഴും കത്തി നിൽക്കുകയാണ്. പണ്ടും കത്തി നിൽക്കുന്ന സമയത്ത് ഒരു ആരാധകനെ പിടിച്ച് മുഖത്തേക്ക് അടിക്കുന്ന ഒരു വീഡിയോ ഒക്കെ കുറെ പ്രചരിപ്പിച്ചതാണ്. എന്നിട്ട് മമ്മൂക്കയുടെ സ്റ്റാർഡത്തിനോ മമ്മൂക്കയുടെ സിനിമയ്ക്ക് ആള് കുറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഈ രീതിയിലും ഇനിയിപ്പോ മമ്മൂക്കയുടെ സിനിമേനെ ടാർഗറ്റ് ചെയ്തിട്ട് സിനിമ കാണാതിരിക്കുന്നവർ മണ്ടന്മാര് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. നല്ല സിനിമയാണെങ്കിൽ ജനം കാണും. അപ്പൊ ആ രീതിയിലൊക്കെ മമ്മൂക്കനെ ചീത്ത പറയുന്ന ആളുകളുണ്ട്. എനിക്ക് തോന്നിയത് മമ്മൂക്ക പറഞ്ഞത് വളരെ പോസിറ്റീവായിട്ടുള്ള വാക്കുകളാണ്. എന്താണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, മമ്മൂക്ക ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ പോസിറ്റീവായിട്ടുള്ള വാക്കുകളായിട്ടാണ്. കാരണം എന്താണെങ്കിൽ, ഇപ്പോൾ ഏതൊരു ആളുകളെ നോക്കുകയാണ്, ഇപ്പൊ നമ്മൾ സിനിമാ താരങ്ങൾ എടുക്കുക അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെടുക്കുക, ഇവരൊക്കെ മാധ്യമങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ ഇവരുടെ അടുത്തും ഈ ക്യാമറയിൽ മുഖം കാണിക്കാൻ വേണ്ടിയിട്ട് കുറെ ആളുകൾ കിടന്ന് തിക്കും തിരക്കും കാണിക്കുന്ന ഒരു സമ്പ്രദായം നമ്മൾ പൊതുവെ കാണുന്നതാണ്. അവരുടെ വിചാരം, ഞങ്ങളാണ് ഈ വ്യക്തിനെ ബൂസ്റ്റ് ചെയ്യിക്കണം, അല്ലെങ്കിൽ ഈ വ്യക്തിനേക്കാൾ വലിയ മനുഷ്യന്മാരാണ് ഞങ്ങൾ എന്നുള്ള ഭാവം ഒക്കെ വരുത്തി തീർക്കാനുള്ള കിടന്ന് പെടാപ്പാടുപെടുന്ന രീതിയിൽ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അത്തരത്തിൽ തന്നെയാണ് ഈ പറയുന്ന, എസ്പെഷ്യലി ഇത്രയും വലിയൊരു നടൻ വരുന്നു, അപ്പൊ അത് ഞങ്ങൾ കൊണ്ടുവന്നതാണ് എന്നൊക്കെ രീതിയിലാണ് പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡ്. ഇനി പദവ അങ്ങനെ നമുക്ക് ചിന്തിക്കാം. രണ്ടാമത്തെ ഒരു കാര്യം, മമ്മൂക്ക പറഞ്ഞതിന്റെ പോസിറ്റിവിറ്റി എന്ന് പറയുന്നത്, ഇത് നിങ്ങൾക്കൊരു പ്രോബ്ലം ആവണ്ട, നിങ്ങൾ ഇത്രയും ഒരു സർക്കാരിന്റെ ഭാഗത്ത് വെച്ച് ചെയ്യുന്ന ഒരു പരിപാടിക്ക് ഇത് ഞാൻ കൊണ്ടുവന്നു അല്ലെങ്കിൽ മമ്മൂട്ടീനെ വെച്ചിട്ട് ഇത് മാർക്കറ്റ് ചെയ്യിപ്പിക്കുന്നു എന്ന് തോന്നണ്ട, അത് നിങ്ങൾക്ക് തന്നെയാണ് ദോഷം എന്നുള്ള രീതിയിലായിരിക്കും മമ്മൂക്ക പറഞ്ഞിട്ടുണ്ടാവും. അതങ്ങനെ തന്നെ പറയാനാണ് സാധ്യത. അപ്പോൾ അത് മനസ്സിലാക്കാതെയാണ് കുറെ ആൾക്കാര് ഈ മമ്മൂക്കനെ വന്നിട്ട് തെറി വിളിക്കുന്നത്. ഏതായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു സർഗാത്മകത ഉള്ളിലുള്ള ആളുകൾ പൊതുജനങ്ങളുടെ വികാരം എന്താണെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ടിട്ടുള്ള പെരുമാറ്റങ്ങളാണ്. ഇതോടകം തന്നെ ആളുകൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു, CPM എന്ന പാർട്ടിയും അതുപോലെ തന്നെ ഈ 10 വർഷം കൊണ്ട് ഇടതുപക്ഷം എന്ന പാർട്ടിയും എത്രത്തോളം സാധാരണ ജനങ്ങളെ വഞ്ചിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായതാണ്. മറ്റു കോൺഗ്രസ്സുകാരായിട്ടുള്ള പല ആളുകളും പറയുന്നത്, ഇത് സിദ്ദിഖിന് എതിരെ കൂവൽ നടത്തിയ ആളുകൾക്കുള്ള മറുപടിയാണ് മമ്മൂക്ക കൊടുത്തത് എന്നാണ്. എനിക്ക് തോന്നുന്നില്ല സ്ഥലം MLA സിദ്ദിഖിനെ അത്രയും സ്നേഹം ഉണ്ടായത് കൊണ്ടാണ് മമ്മൂക്ക അങ്ങനെ പെരുമാറിയത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇല്ലെങ്കിൽ പോലും മമ്മൂക്ക ഇങ്ങനെ തന്നെയായിരിക്കും പെരുമാറുക. കാരണം അദ്ദേഹത്തിന്റെ ഒരു നേച്ചറാണ് ആ ഒരു
സ്വാഭാവികമായിട്ട് അദ്ദേഹം ഒരു മനുഷ്യനാണ്. ഇപ്പോൾ ഒരു സർജറി ഒക്കെ കഴിഞ്ഞ് രണ്ടാമത് ഫീൽഡിലേക്ക് ഇറങ്ങി വരുന്നുള്ളൂ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള കുറച്ച് ശാരീരികമായിട്ടും ഒക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടാവും. അദ്ദേഹത്തിന് 70 വയസ്സ് കഴിഞ്ഞ ഒരു മനുഷ്യനാണ്. അപ്പൊ അതും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇത്തരത്തിലുള്ള ഡ്രാമകളൊക്കെ ഇദ്ദേഹത്തിന് മനസ്സിലാവുന്നു എന്നുള്ളതാണ് എനിക്ക് ഇത് മൊത്തത്തിൽ കണ്ടപ്പോൾ തോന്നിയത്. എന്തായാലും ഇത് സാധാരണ ജനങ്ങൾ, അതായത് ഈ ദാരിദ്ര്യമുക്തമാണ് എന്ന് മമ്മൂക്ക പ്രഖ്യാപിച്ച ആ ടൈമിൽ ഉണ്ടായിരുന്ന ഒരുപാട് ആളുകളുടെ ഇഷ്ടക്കുറവുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ ഇതോടുകൂടി പോയി എന്നാണ് തോന്നുന്നത്. എസ്പെഷ്യലി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിത് ഭയങ്കരമായിട്ട് സന്തോഷമായി മമ്മൂക്ക അങ്ങനെ പെരുമാറിയത്. അത് ഇദ്ദേഹത്തോട് പെരുമാറിയത് എന്നുള്ളതല്ല, മാധ്യമങ്ങളോട് പറഞ്ഞത് ഇതൊക്കെ ജനങ്ങളുടെ പൈസയാണ് എന്ന് മമ്മൂക്ക പറയുമ്പോൾ അത് ഒരുപാട് പേരിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അത് വലിയൊരു കാര്യം തന്നെയാണ്. ഏതായാലും മമ്മൂക്കയുടെ സിനിമകൾക്കോ അല്ലെങ്കിൽ മമ്മൂക്കയുടെ സർഗാത്മകതയോ ഇതൊന്നും തന്നെ ബാധിക്കുന്നില്ല. മമ്മൂക്ക ഇനിയും ഒരുപാട് വർഷങ്ങൾ മലയാളത്തിന്റെ മെഗാസ്റ്റാറായി തന്നെ തുടരട്ടെ. ഒരുപാട് നല്ല സിനിമകൾ അദ്ദേഹത്തിന് ഇനിയും ചെയ്യാൻ കഴിയട്ടെ. ഇത്രയും സാമൂഹികമായ കാര്യങ്ങൾ ഒക്കെ ഇടപെടാനും സർവേശ്വരൻ എല്ലാവിധ ആരോഗ്യങ്ങളും പ്രിയപ്പെട്ട മമ്മൂക്കയ്ക്ക് നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.